ഹായ് എവരി വൺ, വെൽക്കം ടു ഹലോ ഹർഷി. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കോഴിയടയാണ്. കോഴിയട എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണ്ടില്ലേ, ബീഫാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിയട എന്നുള്ള നമ്മൾ ബീഫായിട്ടുണ്ടാക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ പൂരിക്ക് ഉണ്ടാക്കുന്ന പോലെ മൈദയായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ആദ്യം പരത്തുന്നൊന്നും ഞാൻ എങ്ങനെയൊന്നും കാണിച്ചു തരുന്നില്ല. സാധാ നമ്മൾ പരത്തിയെടുക്കുക, കുറച്ച് കട്ടിയിൽ തിക്കായിട്ട്. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ടോ അടപ്പില്ലേ അതുകൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷേപ്പർ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സർക്കിളിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബീഫ് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൽ വേപ്പിലയും പിന്നെ ഉള്ളി വഴറ്റിയെടുത്തത്, സവോള വഴറ്റിയെടുത്തത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അത് ഫ്രൈ ചെയ്യണ നേരത്ത് അത് ഓപ്പണായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അമർത്തി കൊടുക്കാനായിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ പിരിച്ച് ആ ഒരു ഷേപ്പും പിന്നെ അതിനൊരു ഒരു തിക്കായിട്ട് അതിൽ ഫില്ലായിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഫില്ലാക്കി എടുത്തു. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കഴിക്കാൻ പറ്റും. വൈകുന്നേരം കഴിക്കാൻ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്നാക്സ് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ക്രേവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതല്ലാതെ ഇതുപോലെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ മുരിയാനായിട്ട് നോക്കണം, എന്നാലേ നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാതും നമ്മൾ ഫ്രൈ ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാതും ഫ്രൈ ചെയ്യാനായിട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോഴും ഇത് പൊട്ടിപ്പോവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇടണം, അല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലൊക്കെ ഈ ഒരു ഓയിലിൽ വീണ് പോവും. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെല്ലാം അതിങ്ങനെ ഇടയ്ക്കൊന്ന് തട്ടി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും മുരിഞ്ഞുണ്ടോ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തു. ഇനി അത് ഒരു ടിഷ്യൂ വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ആയിട്ട് സ്നാക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് എന്നിട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അങ്ങനെ നാശമായി പോവൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിത് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ബായ്.